പ്രൈസ് ദ ഗോഡ്. ദൈവത്തിന് സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതിനായി കടന്നു വന്നിരിക്കുന്ന, ദൈവാലയത്തിലേക്ക് കൂട്ടായ്മ ആചരിപ്പാൻ കൂടി വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ ഏവർക്കും വേഗം വരുന്നവനും നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവപുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഏവർക്കും നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്നു എന്ന ആ ചിന്ത പൂർണ്ണമായും നമുക്കെപ്പോഴും വേണം. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഗാനത്തിൻ്റെ 2-3 വരികൾ എൻ്റെ വായിലേക്ക് വന്നു. എനിക്ക് ആ പാട്ട് മുഴുവൻ പറഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. ആശ്രയിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതെ ആരുമില്ല. ആശ്രയിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതെ ആരുമില്ല. ആശ്വസിപ്പാൻ വഴി ഉണ്ടെങ്കിലോ അത് താതൻ്റെ സന്നിധിയിൽ എന്നിങ്ങനെയാണ് ആ പാട്ട്. വളരെ മനോഹരമായ ഒരു പാട്ടായി പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഞാനത് പലപ്പോഴും മനസ്സിൽ ഉരുവിടാവും. നമ്മുടെയും ആശ്രയം എപ്പോഴും ദൈവത്തിൽ, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ആശ്രയം ദൈവത്തിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. കഴിഞ്ഞ ആഴ്ചക്കാലം ഞാൻ വളരെ ബുദ്ധിമുട്ടോടു കൂടിയായി, നല്ല പനിയായി. 8 ദിവസം പനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 8 ദിവസം പനിച്ചു എങ്കിൽ 8 ദിവസവും ഞാൻ മരുന്ന് കഴിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം വിടുവിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവന്ദനങ്ങളും അർപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 62-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സങ്കീർത്തനം 62:8. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയം വെപ്പി, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ജനമേ, എല്ലാ കാലത്തും എല്ലാ കാലത്തും അവനിൽ ആശ്രയം വയ്പ്പിൻ. ഈസി ടു റീഡ് വെർഷൻ എന്നൊരു വെർഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് അവനിൽ എന്ന വാക്കെടുത്ത് കളഞ്ഞിട്ട് യഹോവയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ, ദൈവത്തിൽ ആശ്രയം വെപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാണ്. നമുക്ക് സങ്കേതമായ ഒരൊറ്റ സ്ഥാനം മാത്രമേ ഉള്ളൂ, അത് ദൈവസന്നിധി. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രശ്നം വന്നാലും എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം എന്നെ നടത്തിക്കൊള്ളുമെന്ന ആ ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടായിരിക്കും. പഴയ നിയമകാല ഭക്തന്മാരെല്ലാവരും ദൈവത്തിൽ കഠിനമായി ആശ്രയിച്ചിരുന്നു. ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്നു. ദൈവത്തോട് കൂടെ നടന്നിരുന്നതായി നമുക്ക് പലപ്പോഴും കാണാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് പിൽക്കാലത്ത് എവിടെ പോയി, എങ്ങനെയായിപ്പോയി എന്നൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്ന് മാത്രമേ വചനത്തിൽ പറയുന്നു. ആശ്രയം ദൈവത്തിലായിരിക്കണം എപ്പോഴും, എല്ലാ കാലത്തും, എല്ലാ ഘട്ടത്തിലും, എല്ലാ സമയത്തും. ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നമുക്ക് ആശ്രയിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതെ മറ്റൊന്നുമില്ല. ആശ്വസിപ്പാൻ ഒരു വഴിയുണ്ടെങ്കിൽ ആ വഴി യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിലല്ലാതെ മറ്റാരുടെയും സന്നിധിയിലില്ല, വേറെ എങ്ങുമില്ല. വചനം കൃത്യമായി പഠിക്കുമ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാലത്തും ആശ്രയം യഹോവയിൽ വയ്പ്പിൻ. ഈ യഹോവയിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ഒരു വശക്കേടുണ്ട്, ഒരു ഗതികേട്. എല്ലാവർക്കും സംശയമായിരിക്കും, എല്ലാവർക്കും അത്ര ഇഷ്ടമായിരിക്കില്ല. ഇവൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ ഇവൻ ആരാ? ചിലരുടെ ചോദ്യമാണ്. ഇവൻ അത്ര വലിയ വിശുദ്ധനാണോ? വിശുദ്ധി അളക്കേണ്ടത് നാം ആരുമല്ല, ദൈവം നമ്മുടെ വിശുദ്ധി അളന്നു മുട്ടിക്കും. ഞാൻ ആരാണ്? എൻ്റെ ഹൃദയം എവിടെയായിരിക്കുന്നു? മറ്റാർക്കും അറിയാവുന്നതിനേക്കാൾ കൂടുതലായി ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത്, ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്ത് അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുന്നു നാം എന്ന വസ്തുത മറക്കരുത്. മറ്റൊരാളെ ചോദ്യം ചെയ്യുവാൻ, അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമളക്കുവാൻ, അവൻ്റെ വിശുദ്ധിയുടെ ദൈർഘ്യത്തെക്കുറിച്ച് ചിന്തിപ്പാൻ നമുക്ക് അവകാശം തന്നിട്ടില്ല. കാരണം അതിനെല്ലാം കാരണക്കാരനായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അവകാശി, ഉടമസ്ഥൻ
ആയിരിക്കുന്നത് ദൈവം ഒരേ ഒരാൾ മാത്രമാണ്, മറ്റാരും. അവൻ വിശുദ്ധനാണോ അല്ലയോ അത് നോക്കാനല്ല നാം ദൈവസന്നിധിയിൽ വരുന്നത്. അവൻ്റെ കാര്യം നോക്കാൻ, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ്, അവൻ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ സംഭവിച്ചത് എന്നൊന്നും നോക്കാൻ നമ്മെ ആരും ഉത്തരവാദിത്തപ്പെട്ടില്ല. ഞാൻ എങ്ങനെയായിരിക്കുന്നു എന്നാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. ഞാൻ ദൈവം മുൻപാകെ എങ്ങനെയായിരിക്കുന്നു, എൻ്റെ ഹൃദയം ദൈവം മുൻപാകെ എങ്ങനെയായിരിക്കുന്നു, ഞാൻ ദൈവത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നു, ഞാൻ ദൈവം മുൻപാകെ എന്നെ നാൾ തോറും എൻ്റെ നേർച്ചകളെ ഞാൻ എൻ്റെ ദൈവത്തിനെ കഴിക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കുന്നു, ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് എങ്ങനെയായിരിക്കുന്നു, ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാരോട് എങ്ങനെയായിരിക്കുന്നു. പലരും അതല്ല ചിന്തിക്കുക. ഞാൻ എന്ന എന്നെ മറന്നിട്ട് അടുത്തവരുടെ കാര്യം നോക്കാൻ പോകാനായിട്ട് വചനം നമ്മെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. ആശ്രയം യഹോവയിൽ വെപ്പി. യഹോവ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ജനമേ, എല്ലാ കാലത്തും ആശ്രയം യഹോവയിൽ വയ്പ്പി. എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ ദയവായി പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ അസൂയ ഉണ്ടാവുമെന്ന്. യോസേഫ് ദൈവത്തിൽ ആശ്രയം വെച്ചവനായി, വളരെയേറെ കൃത്യമായി. അതിൻ്റെ കാരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആ യോസേഫ് അവൻ്റെ അപ്പന് പ്രിയനായിരുന്നു. വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് അപ്പൻ മകനെ കൂടുതലായി സ്നേഹിച്ചു. ഇത് സഹോദരന്മാർക്ക് അസൂയായിട്ടു. സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുവാനും നശിപ്പിച്ചു കളയാനും എല്ലാത്തിനുമാണ് ശ്രമിച്ചത്. അവരോട് അസൂയ തോന്നാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. അവനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ കാണാം. ആ സ്വപ്നം, ആദ്യത്തെ സ്വപ്നം വയലിലെ കറ്റകളായിരുന്നു. വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കറ്റ നിവർന്നു നിന്നു. ബാക്കിയുള്ളതെല്ലാം ഈ നിവർന്നു നിന്ന കറ്റയ്ക്ക് ചുറ്റിലും നിന്ന് ഈ നിവർന്നു നിന്ന കറ്റയെ നമസ്കരിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്വപ്നം അവൻ്റെ സഹോദരന്മാർക്ക് അസൂയ തോന്നി. തുടർന്ന് മറ്റൊരു സ്വപ്നം കൂടി കണ്ടു. ഉൽപ്പത്തി പുസ്തകം 37-8 സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും. സൂര്യനും ചന്ദ്രനും അമ്മയപ്പന്മാരും, 11 നക്ഷത്രങ്ങൾ, താൻ ഒഴികെയുള്ള മറ്റ് സഹോദരന്മാരെല്ലാവരും തന്നെ നമസ്കരിക്കുന്നതായി താൻ സൂര്യനെയും ചന്ദ്രനെയും കണ്ടപ്പോൾ ഇവർ ഇതിങ്ങനെ ഉപമിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇവനോട് കൂടുതൽ അസൂയ തോന്നി. അപ്പോൾ ദൈവത്തിങ്കൽ നിന്നും എന്തെങ്കിലും പ്രാപിച്ചാൽ അസൂയയ്ക്ക് കാരണമാകും. മാത്രമല്ല പിതാവ് ശകാരിക്കാനും കാരണമാകും. ആ പിതാവ് ചോദിച്ചു, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നമസ്കരിക്കൂ. സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം പിടികിട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് അവനോട് അസൂയയാണ് തോന്നിയത്. അസൂയ തോന്നിയതുകൊണ്ട് പ്രയോജനമില്ല. ആ അസൂയ തോന്നാൻ കാരണം വന്നത് തനിക്ക് ദൈവത്തിലുള്ള ആശയമാണ്. താൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നം എവിടെ നിന്നായിരുന്നു? ദൈവത്തിൽ നിന്നായിരുന്നു ആ സ്വപ്നം വന്നത്. ആ സ്വപ്നം വന്നതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. സ്വപ്നവും സ്വപ്ന വ്യാഖ്യാനവും ദൈവത്തിനുള്ളത് എന്ന് ഈ യോസേഫ് എടുത്തു പറയുന്ന ഒരു ഘട്ടമുണ്ടായി. തന്നെ പൊത്തിഫോറിൻ്റെ കാരാഗൃഹത്തിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ 2 പേർ, രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരായ 2 പേരെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് അപ്പക്കാരൻ്റെ പ്രമാണിയും മറ്റൊന്ന് പാനപാത്രവാഹനെയുമാണ് കടന്നത്. ഇവർ 2 പേരും ഒരർത്ഥമുള്ള 2 വ്യത്യസ്ത സ്വപ്നങ്ങൾ കണ്ടു. ഇതിൻ്റെ അർത്ഥം അവർക്ക് പിടികിട്ടാതെ അവരിങ്ങനെ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആ മനസ്സിൻ്റെതായ ആ വ്യാകുലത മനസ്സിലാക്കിയ യോസേഫ് അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പോൾ അവർ 2 പേരും പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. മനസ്സിലാകാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നം യോസേഫിനോട് വിവരിക്കുവാൻ പറഞ്ഞു. സ്വപ്നവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും എല്ലാം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറ, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം അർത്ഥം പറഞ്ഞു തരും, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നായിരിക്കണം അവിടെ പറഞ്ഞത്. ഏതായാലും ശരി, അവർ യോസേഫിനോട് സ്വപ്നം വിശദീകരിച്ചു. പാനപാത്രവാഹൻ്റെ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ
അത് ഇന്ന വിധത്തിലാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നീ താമസിയാതെ വീണ്ടും രാജാവിൻ്റെ അരമനയിൽ രാജാവിൻ്റെ പാനപാത്രവാഹകനായി നിയമിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ സന്തോഷം. എന്നിട്ട് അവനോടൊരു കാര്യം പറഞ്ഞു, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെയും ഓർത്തോളണം. പക്ഷെ അയാൾ രാജാവിൻ്റെ സന്നിധി തൻ്റെ ജോലിയിൽ പുതുതായി അപ്പോയിൻമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അയാൾ ജോസഫിനെ മറന്നു. ഇതൊക്കെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയ അപ്പക്കാരനും പറഞ്ഞു, അയാളുടെ സ്വപ്നം പറഞ്ഞു. അപ്പക്കാരൻ പറഞ്ഞു, 7 ദിവസത്തിനുള്ളിൽ നിന്നെ, അപ്പക്കാരനോട് പറഞ്ഞ അർത്ഥം അവൻ്റെ സ്വപ്നപ്രകാരം 7 ദിവസത്തിനുള്ളിൽ നിന്നെ തൂക്കിലേക്കും നിന്നെ കൊന്നുകളയും. അയാൾക്ക് ദുഃഖം തോന്നി. പക്ഷേ സ്വപ്നവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും യഹോവയായ ദൈവത്തിനുള്ളതാണ്. യഹോവയായ ദൈവം കൽപ്പിച്ചത് നടക്കും, നടക്കാതിരിക്കും. അപ്പോൾ സ്വപ്നം പറയുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു യോസേഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെയും സ്വപ്നത്തെക്കുറിച്ച് പല സ്ഥലത്തും പല ഇതും പറയുന്നുണ്ട്. ഇത് ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം മുതൽ 36-ാമത്തെ വാക്യം വരെ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദാനിയേല് രാജാവിനോട് പറഞ്ഞത്, മഹാദൈവമായ യഹോവയായ മഹാദൈവം സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചു. പക്ഷെ രാജാവിന് മനസ്സിലായി. ദൈവത്തോടു കൂടെ നടന്നവൻ, ദൈവപ്രസാദമുള്ളവൻ, ദൈവത്തെ അറിയുന്നവൻ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ സ്വപ്നം കേട്ടപ്പോൾ അർത്ഥം മനസ്സിലായി. അർത്ഥം രാജാവിന് പറഞ്ഞു കൊടുക്കുവാനിടയായി. നമ്മുടെ ആശ്രയം എവിടെയാണ്? നാം ആരിൽ ആശ്രയിക്കുന്നു? എന്ത് നാം ആഗ്രഹിക്കുന്നു? എപ്പോഴും പലർക്കും പല വിധത്തിലുള്ള കാര്യങ്ങൾ. ആശ്രയം സങ്കീർത്തനത്തിലേക്ക് വീണ്ടും വരികയാണ്. ജനമേ, എല്ലാ കാലത്തും യഹോവയായ ദൈവത്തിൽ ആശ്രയം വെപ്പിൻ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാണ്. നമുക്ക് സങ്കേതമായ ഒരൊറ്റ സ്ഥാനമേ. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏത് മനുഷ്യനും ആശ്രയം വെപ്പാൻ ഒരേ ഒരു സങ്കേത സ്ഥലം മാത്രമേ ഉള്ളൂ. അത് ദൈവസന്നിധി. മറ്റെങ്ങും ആശ്രയം വയ്ക്കുന്നതിൽ ഒരു പ്രയോഗവുമില്ല. ആശ്രയം ദൈവത്തിൽ വെപ്പിൻ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ എന്ന് രാജാവ് ദാനിയേലിനെ വിളിപ്പാൻ ഇടയായ ഒരു സംഭവമുണ്ട്. കാരണം അത്യുന്നതനായ ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്നു ദാനിയേൽ എന്നുള്ളതിൻ്റെ വ്യക്തതയാണ്. സിംഹങ്ങളുടെ കൂട്ടിലാണ് അകപ്പെട്ടത്. അതിൻ്റെ കാരണങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ചതിപ്രയോഗത്തിലൂടെയാണ്. ചതിപ്രയോഗം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു അന്യദൈവങ്ങളുടെ ആരാധകരായിരുന്നവരുടെ ചിന്താഗതി. ആ ചിന്താഗതിയോടുകൂടി ദാനിയേലിനെ കുടുക്കുവാനുള്ള അവസരം നോക്കിക്കൊണ്ടിരുന്നു. താൻ ചെന്ന് കുടുങ്ങിയതല്ല, താൻ തൻ്റേതായ ദിനചര്യകൾ ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. ദൈവം മാത്രമായിരുന്നു എല്ലാം. യഹോവയായ ദൈവം എൻ്റെ ആശ്രയം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കെല്ലാവരും കോപാകുലരായി. അവർക്ക് ദേവീദേവന്മാരുണ്ട്, അവർക്ക് ഒത്തിരി ആരാധനാ രീതികൾ ഉണ്ടായിരിക്കാം. ഇതൊന്നും ദൈവഭക്തന് വിഷയമേ അല്ല. നീ എന്തു ചെയ്യുന്നു? നീ എന്തു ചെയ്താലും എനിക്കൊരു നിയമമുണ്ട്. ആ നിയമം ഞാൻ പാലിക്കും. എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുക, എൻ്റെ ദൈവവുമായി സഹകരിക്കുക, എൻ്റെ ദൈവത്തോട് ചേർന്ന് നടക്കുക. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവത്തോട് ഞാൻ പറയും. എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ഈ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്ന ദാനിയേലിനെയാണ് സിംഹങ്ങളുടെ കുഴിയിലിട്ടത്. സിംഹങ്ങളൊന്നും ചെയ്തു. ദാനിയേലിനെ കുറിച്ച് രാജാവിനോട് പറയുന്നത്, ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് സിംഹങ്ങളുടെ വായ അടപ്പിച്ചു. അങ്ങനെ ദൈവം ദൂതന്മാരെ അയപ്പിച്ച് തൻ്റെ വായ അടപ്പിച്ചു എന്ന് പറയുന്നതിന് മുൻപ്
തനിക്ക് സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തന്ന് രാജ്യത്തെ നാശത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാനായി തന്നെ സഹായിച്ച യോസേഫിനെ കാണുവാനുള്ള വ്യഗ്രതയോടെ അതിരാവിലെ രാജാവ് എഴുന്നേറ്റ് വളരെ തിടുക്കത്തോടെ സിംഹങ്ങളുടെ ഗുഹയുടെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് രാജാവ് വിളിച്ചു ചോദിച്ചു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനാണ് ദാനിയേൽ എന്ന് രാജാവിന് നിശ്ചയമുണ്ടായിരുന്നു. അവനെ ഒന്നും ചെയ്യാൻ തകർപ്പാൻ സാധ്യമല്ല. ആ ആശ്രയം വയ്ക്കേണ്ട കൃത്യമായ സ്ഥാനത്ത് തൻ്റെ ആശ്രയം ഇരിക്കുന്നത് കൊണ്ട് മറ്റെന്തിനേക്കാളും ഉപരിയായി, മറ്റാരേക്കാളും ഉപരിയായി, മറ്റെല്ലാത്തേക്കാളും കൂടുതലായി ദാനിയേലിനെ ദൈവം അവിടെ രക്ഷിച്ചു. ആ രക്ഷയ്ക്ക് കാരണം യഹോവയായ ദൈവമാണെന്ന് രാജാവിന് നിശ്ചയമുണ്ടായിരുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ എന്ന് വിളിക്കാനിടയായി. നമ്മെ നോക്കിയാൽ, നമ്മെക്കുറിച്ച് ചിന്തിച്ചാൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത്? നാം മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വളരെ ഭിന്നമിടുക്കന്മാരാണ്. നമുക്ക് വളരെ സാമർഥ്യമുണ്ട് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ. രണ്ടുപേർ തമ്മിൽ വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ കുറ്റം എങ്ങനെയെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വന്നു മറ്റൊരാളുടെ കുറ്റം കണ്ടു. ഒന്നുകിൽ വിശ്വാസത്തിലായിരിക്കാം, അല്ലെങ്കിൽ കൊടുക്ക വാങ്ങലിലായിരിക്കാം, അല്ലെങ്കിൽ സംസാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക നിലയിലായിരിക്കാം, എന്തിലെങ്കിലും ആയിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെയായിരിക്കുന്നു, എന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെയാണോ ഞാൻ? എനിക്ക് ദൈവം ചെയ്ത നന്മകൾ എന്തൊക്കെയാണ്? പലരും ദൈവം നിങ്ങൾക്ക് എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചതിന് ചെല്ലുമ്പോൾ ഒന്നും ചെയ്തില്ല. നാം ജീവിക്കുന്ന വായു, നാം പക്ഷി ശ്വസിക്കുന്ന വായു, നമുക്ക് ലഭിക്കുന്ന വെളിച്ചം, നമുക്ക് ലഭിക്കുന്ന കാലാവസ്ഥ, നമുക്ക് ലഭിക്കുന്ന മറ്റുള്ള ഭൗതികമായ എന്തോരും കാര്യങ്ങൾ, എത്ര കോടി രൂപ കൊടുത്താലും നമുക്ക് നിലനിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആസ്പത്രിയിൽ കിടക്കുന്നയാൾക്ക് ഓക്സിജൻ വേണ്ടി വരുമ്പോൾ ആ ഓക്സിജൻ്റെ വില, ഈ വായുവിൻ്റെ വില അപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത്രത്തോളമെല്ലാം തരുവാൻ തക്കവണ്ണം ദൈവം കരുണ കാണിച്ചിട്ടും ദൈവം എന്ത് തന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് മനഃപൂർവ്വം പറയുവാൻ, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയിലായിരിക്കുന്നു, ദൈവകൃപയിലാണ് ഞാൻ ആയിരിക്കുന്നത്, ഞാൻ ജീവിക്കുന്നതും ചരിക്കുന്നതും നടക്കുന്നതും ദൈവകൃപയിലാണ് എന്ന് പറയുവാനുള്ള ധൈര്യം, ആർജവം അത് നമുക്കുണ്ടാകും. അതുണ്ടായില്ല എങ്കിൽ നാം ദൈവമക്കൾ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ദൈവത്തെ ആരാധിക്കുന്നു, എന്തിനാരാധിക്കുന്നു? ഇതുവരെ ഒന്നും കിട്ടിയില്ല, ഇനി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, എനിക്ക് പലതും കിട്ടിയിട്ടുണ്ട്. ഞാനായിരിക്കുന്നത് ദൈവകൃപയിലായിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ കടന്നു വന്നത് ദൈവകൃപയിലായിരിക്കുന്നു ആയതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം ഞാൻ രോഗത്താൽ ബാധിതനായി, എനിക്ക് വിടുതൽ ലഭിച്ചു. എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എന്നെ വിടുവിച്ചു, എനിക്ക് ദൈവം വിടുതൽ തന്നു. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നു. നമ്മുടെ സഹോദരി തങ്കമ്മ സഹോദരി ഇപ്പോൾ ആസ്പത്രിയിലായിരിക്കുന്നു. മനസ്സുകൊണ്ട്, മറ്റു ചിന്തകൾ അതിൻ്റെ ഇടയ്ക്ക് കടന്നു വരാതെ മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ വേഗത്തിൽ വിടുവിക്കണമേ. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഞങ്ങളുടെ സഹോദരി ആസ്പത്രിയിലായിരിക്കുന്നു, ദൈവമേ വിടുവിക്കണമേ. ഒരു സെക്കൻഡ് മതി അതൊന്ന് ചിന്തിച്ചു പോകാൻ. അങ്ങനെ 10 പേര് പല വിധത്തെ സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവമേ വിടുവിക്കണമേ, ദൈവമേ വിടുവിക്കണമേ, ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ അത് വലിയ ഇടിമുഴക്കത്തേക്കാൾ വലിയ ശബ്ദമായി ദൈവസന്നിധിയിൽ പ്രകമ്പനം കൊള്ളാനിടയാകും. വിടുതൽ നിശ്ചയമായി ഉണ്ടാകും. പിന്നെ ദൈവത്തിൻ്റെ സമയം, ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരു വൈദ്യൻ, നാട്ടുവൈദ്യൻ, അദ്ദേഹത്തോടെ എന്തൊക്കെ ഔഷധങ്ങൾ അറിയാം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒറ്റ കാര്യത്തിനേ ഉള്ളൂ മരുന്നില്ലാത്തത്, അത് മരണത്തിനാണ്, അത് ദൈവത്തിൻ്റെ കയ്യിലേനുള്ള മരുന്നുള്ളൂ.
ബാക്കി ഞാൻ പറയും പോലെ ചെയ്താൽ എല്ലാ കാര്യത്തിനും സൗഖ്യം. അവിടെ ഒരു കാര്യം ചേർത്ത് പറഞ്ഞു, ഞാൻ പറയും പോലെ ചെയ്യുക. ദൈവം പറയും പോലെയാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. അല്ല എങ്കിൽ അല്പമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സമാധാനം പറഞ്ഞു. ആശ്രയം ദൈവത്തിൽ വെപ്പി. എല്ലാ കാലത്തും ആശ്രയം ദൈവത്തിൽ വെപ്പി. ആശ്രയം യേശുവിലെന്നതിന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തൻ തന്നതിന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഈ സ്ഥിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. സന്തോഷം ക്രിസ്തുവിലുണ്ട്. തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന്. തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ. ആശ്രയം ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തൻ പ്രൈസ് ദി ഗോഡ്. യഹൂദന് നിഷിദ്ധമായ കാര്യമാണ് വിഗ്രഹാരാധന. ആ യഹൂദനാണ് കൽപ്പന വന്നിരിക്കുന്നത്, നിങ്ങൾ ജാതികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്. ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറയാൻ കാരണം യഹൂദന് ജാതികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിഷിദ്ധമാണ്. എന്താണ് ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ ആദ്യം എടുത്തു വായിക്കുമ്പോൾ അവിടെ എബ്രായ ബാലന്മാരായ 3 ബാലന്മാരെ അടിമകളായി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവർ അവരുടെ ഭക്ഷണപാനീയങ്ങൾ വിളമ്പുന്ന ആളോട് ഒരു അഭ്യർത്ഥന വെച്ചു. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് രാജഭോജനത്തിൽ നിന്നും ഓഹരി കൽപ്പിക്കാതെ ശാഖപദാർത്ഥങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കണം. ശാഖപദാർത്ഥം എന്ന് സസ്യാഹാരം, വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ. ഈ ശാഖപദാർത്ഥങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കണം. എന്തുകൊണ്ട് രാജഭോജനം വേണ്ട എന്ന് കരുതി? രാജഭോജനം രുചിയില്ലാത്തതുകൊണ്ടാണോ? അല്ല. അന്നത്തെ പരിസ്ഥിതി അനുസരിച്ച് രാജഭോജനം എന്ന് പറയുമ്പോൾ അതിൽ രക്തം ഉണ്ടാകും. രക്തം ഇപ്പോഴും നമ്മുടെ ആടുകളെയൊക്കെ അറക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ചുവന്ന രക്തക്കട്ട ഇരിക്കുന്നതാണ്. അത് ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ടുപോയി ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. രക്തം ജീവനാകുന്നു. ജീവനായ രക്തത്തോടുകൂടി നീ മാംസം ഭക്ഷിക്കരുത് എന്ന് ദൈവം കൃത്യമായി കൽപ്പന തന്നിട്ടുണ്ട്. യഹൂദന്റെ രക്തം നിഷിദ്ധമാണ്. മറ്റൊന്ന്, ദേവീദേവന്മാർക്ക് അവർ ഭക്ഷണം ഒരുക്കി കഴിഞ്ഞാൽ ദേവീദേവന്മാർക്ക് അർപ്പിച്ചതിന് ശേഷമാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം യഹൂദന് വെറുപ്പാണ്, അവനത് ചെയ്യില്ല. യഹൂദൻ അന്യദേവീദേവന്മാരെ ആരാധിക്കാൻ പോകില്ല, അതവൻ അറപ്പാണ്. യഹൂദന് നിഷിദ്ധമാണ് ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് യഹൂദനെ മാറ്റി നിർത്തുവാൻ മറ്റൊരു ജാതിക്കും സാധ്യമല്ല. അവനവൻ്റെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, അവനവൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ആ ദൈവത്തിൻ്റെ ആലോചനകൾക്കും ഇഷ്ടത്തിനും വിപരീതമായി പ്രവർത്തിക്കാതെ ശ്രദ്ധയോടുകൂടി പോയിക്കൊണ്ടിരിക്കും. ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞ ശിക്ഷ ഉറപ്പാണ്. ഇത്രയും കൃത്യമായി എന്തുകൊണ്ട് ദൈവം ഇവനെ പാലിക്കുന്നു? അതിന് ദൈവം തന്നെ മറുപടി പറയുന്നുണ്ട്. അടിമ വീടായ മിസ്രയീം എന്ന ചൂളയിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം. എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നേ? നിനക്ക് ദൈവമായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശം എന്ന ചൂളയിൽ നിന്നും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. അത് നീട്ടിയ ഭുജത്താൽ,
ബലമുള്ള കരത്താൽ എൻ്റെ വീര്യഭുജം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കാണിച്ചിട്ട് അവർ നിന്നെ തൊടാതിരിപ്പാൻ തക്കവണ്ണം നിന്നോട് ചേർന്ന് നടന്ന് നിന്നെ സംരക്ഷിച്ച് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ചുമ്മാതല്ല, നിനക്ക് ദൈവമായിരിക്കേണ്ടതിനായി, ഞാൻ നിങ്ങൾ എനിക്ക് ജനമായിരിക്കേണ്ടതിനായി. ആ യഹൂദൻ അവൻ്റെ കൽപ്പന വിട്ടു നടക്കാൻ യാതൊരു കാരണവശാലും സാധ്യമല്ല. ആ യഹൂദൻ ദേവീദേവന്മാരെ സേവിക്കുകയോ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അത് യഹൂദന് നിഷിദ്ധം. യഹൂദന്റെ ആശ്രയം യഹോവയിൽ തന്നെ. യഹോവയിൽ ആശ്രയം വയ്ക്കുക എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനകളെ മാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോടു കൂടെ ആയിരിക്കുകയും ചെയ്യുന്നതാണ് യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. എല്ലാ കാര്യകാലത്തും സങ്കീർത്തനക്കാരൻ പറയുന്നതിലേക്ക് നമുക്ക് കടന്നു വരാം. ജനമേ, എല്ലാ കാലത്തും എപ്പോഴെങ്കിലും നന്മ വരുമ്പോഴെന്നുള്ളതല്ല, എപ്പോഴെങ്കിലും ദുഃഖം വരുമ്പോഴെന്നുള്ളതല്ല, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയം വരും. ഞാൻ എവിടെയോ ചെന്നപ്പോൾ ഹിന്ദുക്കളുടെ ഒരു ഇതാണ്. അതിന് ചെന്നപ്പോൾ അവരെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആളുകൾ കൃഷി ഇറക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ദൈവത്തിന് ഒരു നേർച്ച ഇതുപോലെ വെച്ചിട്ട് അവരിറങ്ങും. അതുപോലെ തന്നെ കൃഷി എടുക്കുമ്പോഴും അവരത് ചെയ്യും. അളന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു പങ്ക്, ഒരു ചെറിയ നിസ്സാരമായ ഒരു ചെറിയ പങ്ക് അവരുടെ ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് മാറ്റിവെക്കും. എന്തിനും അവരവർ ആശ്രയിക്കുന്ന സേവിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് അവർ കരുതുന്നു. എന്തുകൊണ്ട് കരുതുന്നു? ഇതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ഈ ദേവനോ ദേവിയോ ആണ് എന്ന് അവരുടെ വിശ്വാസം. ഇപ്പോൾ മറ്റൊരു കാര്യത്തിൽ നമുക്ക് മറിച്ചൊന്ന് ചിന്തിക്കാം. എല്ലാ കാലത്തും ആശ്രയം യഹോവയിൽ ആയിരിക്കട്ടെ എന്ന് വചനം പറയുമ്പോൾ അത് കേട്ടവർ നാം ദൈവത്തിൽ എത്രത്തോളം ആശ്രയിക്കുന്നു. നമ്മുടെ ഓരോരോ കാര്യാദികളിലും നാം ദൈവത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ദൈവത്തെ ആശ്രയിക്കാറുണ്ടോ? നാം നമ്മെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, ഞാൻ എന്നോടാണ് സംസാരിക്കുന്നത്. നീ എവിടെയായിരിക്കുന്നു എന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു. ഇത് നിങ്ങളോട് ചോദിക്കുക. എല്ലാ കാലത്തും, എല്ലാ സമയത്തും, എല്ലാ ഘട്ടത്തിലും എപ്പോഴും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നുണ്ട്. എന്നെ പലരും പരിഹസിക്കാറുണ്ട്. സാമ്പത്തികമായ ദാരിദ്ര്യം മൂലം പലരും എന്നെ അപമാനിക്കാറുണ്ട്. പലരും എന്നെക്കുറിച്ച് പലതും പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയം വയ്ക്കും. എനിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കി തന്നത് ദൈവം നീയാണ്. നീ അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയുമില്ല. അതുകൊണ്ട് നിനക്ക് സ്വന്തം. അവർ എന്നെ പറഞ്ഞത് നിന്നെ പറഞ്ഞു, നീ എന്നെ വിട്ടേ. ഇങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി പോകുവാൻ നമുക്ക് കഴിവുണ്ടാകണം. എന്നെയല്ല, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തെയാണ് അവർ വേണ്ടായത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവം ഉപേക്ഷിക്കുകയില്ല, നിശ്ചയമായി ഉപേക്ഷിക്കുകയില്ല. ആശ്രയം എല്ലാ കാലത്തും ദൈവത്തിൽ വെച്ചുകൊള്ളുക. ദൈവം നമ്മെ പുലർത്തും. അവൻ എസ്തേറിൻ്റെ പുസ്തകം എടുക്കുമ്പോൾ അവിടെ ഒരു കാര്യം വളരെ ഇതായി പറയുന്നു. ഹാമാനോട് പറയുന്നു, അവൻ മൊർദെഖായി യഹൂദ വംശക്കാരനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, നീ അവൻ്റെ മുമ്പിൽ കിട്ടും. യഹൂദന്റെ മുൻപിൽ നീ ജയിക്കയില്ല. കാരണം അവൻ യഹോവയിൽ ആശ്രയം വെക്കുന്നവനാണ്. നീ അവൻ്റെ മുൻപാകെ തോറ്റുപോകും. എന്നെ കേൾക്കുന്ന നിങ്ങളോട് മുന്നേ പറയാനുള്ളൂ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരാണ് എങ്കിൽ നീ തോൽക്കുകയില്ല, നിശ്ചയമായി വിജയിക്കും. മറ്റുള്ളവർ, നിന്നെ അപമാനിക്കുന്നവർ, നിന്നെ പരിഹസിക്കുന്നവർ, നിന്നെ ബുദ്ധിമുട്ടിലാക്കുന്നവർ, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, നിന്റെ മനസ്സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നവർ ആരായിരുന്നാലും ശരി, അവർ ജയിക്കയില്ല. അവർ നിന്റെ മുൻപിൽ തോൽക്കും. അപ്പോൾ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കാം. അതുകൂടാതെ തന്നെ വീണ്ടും നടക്കുമ്പോൾ യഹൂദന്റെ അചഞ്ചലമായ വിശ്വാസം, യഹൂദന്റെ അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസത്തിനും ഒരു പ്രത്യേകതയുണ്ട്.
3 ബാലന്മാരെ തീക്കുണ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അവിടെ രാജാവ് വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. അവൻ്റെ അചഞ്ചലമായ വിശ്വാസം അവിടെ തുറന്നു കാണിക്കുക. പലവട്ടം ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് വിശ്വാസം? എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ ശരി എന്ന് പറയുന്നതല്ല വിശ്വാസം. പിന്നെയോ ദൃഢമായ ഗാഠമായ ഒരു വിശ്വാസം നമ്മളുണ്ടായിരിക്കണം ദൈവത്തിൽ. അവരെ 3 പേരെയും രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി നെബൂഖദ്നേസർ രാജാവ് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി, നെബൂഖദ്നേസരെ, മഹാരാജാവേ എന്നൊന്നും വിളിച്ചില്ല, നെബൂഖദ്നേസരെ, ഇക്കാര്യത്തിൽ ഒരു മറുപടി ആവശ്യമില്ല. ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. എവിടെ നിന്നൊക്കെ? തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഇനിയോ അവൻ ചെയ്തില്ലെങ്കിലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ സേവിക്കുകയില്ല, നമസ്കരിക്കുകയില്ല. അതാണ് വിശ്വാസം. ദൈവം ചെയ്താൽ ഞങ്ങളങ്ങ് ചെയ്തോളാമെന്നല്ല, ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ പാരമ്പര്യമായ വിശ്വാസം, ഇത്രയും കാലം ഞാൻ ഉറച്ചു നിന്ന വിശ്വാസം, എൻ്റെ വിശ്വാസത്തിന്മേൽ കളങ്കം സംഭവിക്കാതെ ഞാൻ കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കും. നിശ്ചയമായി ഞാനതിൽ നിന്ന് പിന്നോക്കം മാറുകയില്ല. ഈ വിശ്വാസം നമുക്കുണ്ടായിരുന്നു. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയം വെക്കും. സങ്കീർത്തനക്കാരൻ ഇത്രയും കൃത്യമായി എന്തുകൊണ്ട് പറഞ്ഞു? നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. പകരുക എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഒരു പാത്രത്തിലിരിക്കുന്ന വെള്ളം മറ്റു പാത്രത്തിലേക്ക് പകരുമ്പോൾ, മാറ്റി ഒഴിക്കുമ്പോൾ പകരുക. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ടോ? ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്ത് മനസ്സിലാക്കുന്നവനാണ്, അറിയുന്നവനാണ്. ആ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നിങ്ങളുടെ ഹൃദയം അതുപോലെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വികാരം, വിചാരം, സങ്കടം, സന്തോഷം, ആനന്ദം, നന്ദി, തൃപ്തി എല്ലാം അങ്ങനെ തന്നെ പകർന്നു. പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഭാഗം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി തടഞ്ഞ് ഇത് കളയാൻ പറ്റും. ഒരു പാത്രത്തിൽ എണ്ണ നിറച്ച് വെച്ചിരിക്കുന്നെങ്കിൽ ആ എണ്ണയ്ക്കകത്തുള്ള പൊടി മാറ്റിയിട്ട് ബാക്കി എണ്ണ മാത്രം പാത്രത്തിൽ അടുത്ത പാത്രത്തിൽ വീണാൽ മതി എന്ന് ഇല്ല. എണ്ണയോടൊപ്പം ഉള്ളതെല്ലാം അടുത്ത പാത്രത്തിലേക്ക് ചെയ്യും. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ വെള്ളം മാറി നിൽക്കട്ടെ, പാല് മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. എല്ലാം കൂടെ ഒന്നിച്ചു തന്നെ. നിങ്ങളുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നുവോ ആ ഹൃദയത്തിൽ ഉള്ളത് മുഴുവൻ അങ്ങനെ തന്നെ ദൈവസന്നിധിയിൽ പകരുവിൻ. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ഹൃദയം വിശുദ്ധമായി. വിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ പകർന്നു വയ്ക്കുവാൻ വിശുദ്ധമായതേ ഉണ്ടാകൂ, അശുദ്ധമായത് ഉണ്ടാകുകയില്ല. വിശുദ്ധമായത് ദൈവസന്നിധിയിലേക്ക് പകർന്നു കഴിയുമ്പോൾ അത് ദൈവത്തിന് സുഗ്രാഹ്യമായ ഒരു ആരാധനയായി തീർന്നു, അതൊരു യാഗമായി തീർന്നു. നമ്മളുടെ യാഗങ്ങൾ ദൈവം പ്രസാദിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഹൃദയങ്ങളിലുള്ള ആ ശുദ്ധി മാറ്റാതെ ഉള്ളതൊക്കെ കൂടി എടുത്ത് ദൈവത്തോട്. അതുകൊണ്ട് ദൈവം ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയം വെപ്പിൻ, അവനിൽ തന്നെ ആശ്രയം വെപ്പിൻ, മറ്റൊരുത്തനിലുമില്ല, ദൈവത്തിൽ മാത്രം ആശ്രയം വെപ്പിൻ. അങ്ങനെ യഹൂദൻ്റേതായ ദൈവം, ആ ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവമാണ്. യാബോക്ക് നദിക്കരയിൽ കിടന്നുകൊണ്ട് യാക്കോബ് ദൈവദൂതനോട് മല്ലടിച്ചു. അവസാനം ഒരു വാക്ക് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അനുഗ്രഹിപ്പാൻ ഒരാളുണ്ടെങ്കിൽ അത് ദൈവം മാത്രമേ. ആ ദൈവസന്നിധിയിൽ നമ്മുടെ ആശ്രയത്തെ വയ്ക്കുക, ആ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. വീണ്ടും സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. സങ്കീർത്തന പുസ്തകം 62-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വീണ്ടും നോക്കാം. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയം വെപ്പിൻ, ദൈവത്തിൽ ആശ്രയം വെപ്പിൻ, യഹോവയിൽ ആശ്രയം വെപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന് മുമ്പിൽ പകരുവീൻ. ഉള്ളതെല്ലാം, ദുഃഖം, കഷ്ടം, വേദന, ഇല്ലായ്മ, മറ്റുള്ളവരുടെ പരിഹാസം, അധികം മൂലം ഞാൻ നിന്ദിതനായത്, എൻ്റെ രോഗം,
എൻ്റെ കഷ്ടങ്ങൾ, എൻ്റെ ബലഹീനതകൾ എല്ലാം ഒന്നിച്ച് അവൻ്റെ മുമ്പിൽ പകരുക. അതിൽ ഒരു കാര്യം മാറ്റിവെച്ചിട്ട് ബാക്കി, അവിടെ ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആദ്യം ദൈവത്തോട് ക്ഷമ പറഞ്ഞിട്ട് നിന്റെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ പകരുവിൻ. കാരണം ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനായതുകൊണ്ട് ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെന്തുകൊണ്ട്, നീ ആരാണ് എന്ന് ദൈവത്തിന് അത് പകരുവാൻ കഴിവില്ലാതെ എന്ത് പ്രാർത്ഥിച്ചിട്ടും വലിയ പ്രയോജനമുണ്ട്. നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, നിന്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും, നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ ആശ്രയം പൂർണ്ണമായി വെച്ചുകൊണ്ട് ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനിടയാകും, വഴി നടത്തുവാനിടയാകും. എൻ്റെ വഴി ഞാൻ യഹോവയുടെ മുമ്പാകെ വെച്ചു, അവൻ അതിനെ നിവർത്തിക്കും. നേരെയാണ്. എൻ്റെ വഴി ഏത് എന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല, എൻ്റെ ദൈവം തീരുമാനിക്കും. അതിനായി ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് നന്ദി.